എവിടെ 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 മകളുടെ വിവാഹപ്രായമായി അറിയാം, പക്ഷേ വേദനിപ്പിക്കും വിധത്തിൽ അവളുടെ കൂട്ടുകാരി ഒത്തിരി വളർന്ന കുഞ്ഞുങ്ങളുമായി അവളെ കണ്ടപ്പോൾ സന്തോഷത്തോടെ ആ കുട്ടികളെ കളിപ്പിക്കുമ്പോഴും അവളുടെ കണ്ണിലൂറിക്കൂടിയ നനവ് നെഞ്ചിൽ നീറ്റലായി വന്നപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഭാര്യ അത് കാണിച്ചപ്പോൾ അറിയാം മകളുടെ വിവാഹപ്രായം ആയെന്നല്ല, കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതിന് വേണ്ടത് എവിടെ എവിടെ മക്കളെ പഠിപ്പിക്കുവാൻ? അതെ, അവർ ജയിച്ചിരിക്കുന്നു. അറിയാം, നല്ലൊരു കോഴ്സിന് കൂടെ അയച്ചാൽ, എവിടെയെങ്കിലും അവരെ ഒന്ന് എത്തിച്ചാൽ അവരുടെ ലൈഫ് സെറ്റിലാകും. അറിയാം, പക്ഷേ അതിന് വേണ്ടത് എവിടെ? അവരാഗ്രഹിക്കുന്ന ആ കോഴ്സിന് വിടുവാൻ, ആ രാജ്യത്ത് അവരെ കൊണ്ടുചെന്നെത്തിക്കുവാൻ വേണ്ടത് എവിടെ? മക്കൾ വളർന്നിരിക്കുന്നു. ഇനി ഞാൻ കേട്ടതുപോലെ കുത്തുവാക്കുകളും പരിഹാസവാക്കുകളും അവർ കേൾക്കില്ല എന്ന ഭാര്യയുടെ വാക്കുകൾ, അതെ, അത് നിനക്ക് അറിയാം. ഇനിയും അവരെ പരിഹാസവാക്കുകൾ കേൾക്കുവാൻ, നിന്ന വാക്കുകൾ കേൾക്കുവാൻ ഇട്ടുകൊടുക്കരുത്. ഭാര്യയും കേട്ട് മടുത്തിരിക്കുന്നു. അറിയാം, സ്വന്തമായൊരു വീട് വേണം, പക്ഷേ അതിനുള്ളത് എവിടെ? സ്വന്തമായൊരു അഡ്രസ്സ് വേണം, വസ്തു വാങ്ങണം, അതിനുള്ളത് എവിടെ? 4 പേരുടെ മുമ്പിൽ തല നിവർത്തി നിൽക്കണം, ആഗ്രഹമുണ്ട്. പക്ഷേ എവിടെ? അതിന് വേണ്ടത് എവിടെ? ആരിലൂടെ? ദൈവം നോക്കിക്കൊള്ളും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ രാത്രിയിലും എവിടെ എവിടെ എൻ്റെ ഈ അവസ്ഥ മാറുവാൻ വേണ്ടത്? നാളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ തലകുനിച്ച് നിൽക്കാതിരിക്കുവാൻ വേണ്ടത്? കടക്കാരിയായി ആത്മഹത്യ ചെയ്യാതിരിക്കുവാൻ വേണ്ടത്? എൻ്റെ വസ്തുവകകൾ, എൻ്റെ കിടപ്പാടം അത് ജപ്തിയായി പോകാതിരിക്കുവാൻ വേണ്ടത്? എൻ്റെ മക്കളുടെ ഭാവി നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടത് എവിടെ എന്ന ചോദ്യവുമായി എന്നെ കേട്ടുകൊണ്ടായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിച്ച ചോദ്യത്തിന് തന്ന ഉത്തരമത്രേ നിങ്ങളുടെ ചോദ്യത്തിനൊപ്പം പ്രാരംഭമായി നിങ്ങൾ കേട്ടത്. ദൈവം നോക്കിക്കൊള്ളും. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? എൻ്റെ ദൈവം നോക്കിക്കൊള്ളും. എനിക്ക് വേണ്ടത് എൻ്റെ ദൈവം നോക്കിക്കൊള്ളും. എൻ്റെ തലമുറകൾക്ക് വേണ്ടത് എൻ്റെ ദൈവം നോക്കിക്കൊള്ളും. എൻ്റെ ഇന്നത്തെ അവസ്ഥ മാറുവാൻ വേണ്ടത് എൻ്റെ ദൈവം നോക്കിക്കൊള്ളും. ഞാൻ ആത്മഹത്യ ചെയ്തു പോകാതിരിക്കുവാൻ വേണ്ടത് എൻ്റെ ദൈവം നോക്കിക്കൊള്ളും. വിശ്വസിക്കുന്നവർ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. ദൈവം ദൈവം എവിടെ എന്ന നിൻ്റെ ചോദ്യത്തിന്, നിൻ്റെ അവസ്ഥകൾ മാറുവാൻ വേണ്ടത് എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഒരുക്കിയിരിക്കുന്നത് നീ ഇന്ന്. അതെ, എന്നെ കേൾക്കുന്ന ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുമക്കളെ, നിങ്ങളതിന്ന് പ്രാപിക്കുവാൻ പോകുക. വലിയ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഒപ്പം വന്നാട്ടെ. ആ ഉറപ്പിലേക്ക്, അതേ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ ആബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് ആബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. അതെ, ചോദ്യം നിങ്ങളുടേതാണ്.
ബാധ്യത ഉണ്ട്, ആവശ്യങ്ങളുണ്ട്, ചെയ്ത് പൂർത്തിയാക്കേണ്ടത് ഒത്തിരിയുണ്ട്. മല പോലെ, കുന്നുപോലെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ. പക്ഷേ അത് പൂർത്തീകരിക്കുവാൻ വേണ്ടത് എവിടെ? അത് പൂർത്തീകരിക്കുവാൻ വേണ്ട ആരോഗ്യം എവിടെ? അത് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണമുള്ള തൊഴിലെവിടെ? അത് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണമുള്ള നന്മകൾ എവിടെ? അത് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണമുള്ള എക്സെട്ര 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 എവിടെ? 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 ചോദ്യം നിങ്ങളിൽ നിന്നാണെങ്കിൽ, അതെ, അബ്രഹാമിലൂടെ ഈസഹാക്ക് കേട്ട ഉത്തരം ആവർത്തിച്ച് നിങ്ങൾ കേൾക്കുന്നു. ദൈവം നോക്കിക്കൊള്ളും, ദൈവം നോക്കിക്കൊള്ളും. അതേന്നേ, നിന്റെ ജീവിതം മാറി മറിയുവാൻ വേണ്ടത്, കുന്നോളമുള്ള സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടത്, നിന്റെ ആവശ്യങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുവാൻ വേണ്ട ആ തൊഴിൽ എൻ്റെ ദൈവം നോക്കിക്കൊള്ളും. നീ നോക്കിയിട്ട് കണ്ടെത്തുവാൻ കഴിയാത്തത്, നീ നോക്കി നിനക്ക് കിട്ടാത്തത്, നീ അന്വേഷിച്ച് കിട്ടാത്തത്, നിന്റെ സർട്ടിഫിക്കറ്റിൻ്റെ വലിപ്പം കൊണ്ട്, സർട്ടിഫിക്കറ്റിൻ്റെ എണ്ണത്തിലെ പെരുപ്പം കൊണ്ട്, കോഴ്സിൻ്റെ പേരുകൊണ്ട്, സഹായിക്കുവാനുള്ളവരുടെ അതെ അവരുടെ പേരിൻ്റെ വലിപ്പം കൊണ്ട് നിനക്ക് നേടിയെടുക്കുവാൻ കഴിയാത്തത്, ആ ജോലി എൻ്റെ ദൈവം നോക്കിക്കൊള്ളും. വത്സല മാതാവേ, പിതാവേ, കേൾക്ക്, എൻ്റെ ദൈവം നിന്റെ തലമുറയ്ക്ക് വേണ്ടത് നോക്കിക്കൊള്ളും. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അവൻ്റെ ഭാവി പാഴായി പോകാതിരിക്കുവാനുള്ളത്. ഒത്തിരി ടെസ്റ്റുകൾ എഴുതി, പലതിലും ജയിച്ചു, പക്ഷേ ജോലിയില്ല. ഒത്തിരി ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു. പല ഇൻ്റർവ്യൂ ബോർഡും നിൻ്റെ മക്കൾക്ക് മുമ്പിൽ, അല്ലെങ്കിൽ സഹോദര സഹോദരി നിനക്ക് മുമ്പിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതേ, ആ രാജ്യത്ത് വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി, പ്രതീക്ഷയോടെ കടന്നുപോയി, നിന്നെ കൊണ്ടുപോയവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് നീ അറ്റൻഡ് ചെയ്ത എല്ലാ ഇൻ്റർവ്യൂസിലും ഇൻ്റർവ്യൂ ബോർഡിനെ ആശ്ചര്യപ്പെടുത്തുവാൻ നിനക്ക് കഴിഞ്ഞു. അവർ സാറ്റിസ്ഫൈഡായി, പക്ഷേ ജോലിയില്ല. ആമേൻ. നിന്നോടാ ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. നിനക്ക് വേണ്ടി നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയ നോ വേക്കൻസി, അതെ, വേക്കൻസി ഉണ്ടാവുക യേശുവിൻ നാമത്തിൽ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക സഹോദരി, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക സഹോദര. അവിടെ നിന്ന് നീ കടക്കാരിയായി മടങ്ങാതിരിക്കുവാൻ കർത്താവ് വേക്കൻസി ഉണ്ടാകുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിനക്ക് വേണ്ടത് എൻ്റെ ദൈവം നോക്കിക്കൊള്ളും. അതേ സഹോദരി, ആമേൻ. നിന്റെ കുടുംബജീവിതം തകർന്നു പോകാതിരിക്കുവാൻ വേണ്ടത്, സ്തോത്രം, ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ സഹോദര, നിങ്ങളുടെ കുടുംബജീവിതം തകർന്നു പോകാതിരിക്കുവാൻ വേണ്ടത്, അതിനുവേണ്ടി നീ ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, ഒരുപാട് ക്ഷമിച്ചു, ഒരുപാട് ഷൗട്ട് ചെയ്തു, ഒരുപാട് കയ്യാങ്കളി നടത്തി, ഒരുപാട് പേരെ വിളിച്ചുകൂട്ടി. നാണക്കേട്. പക്ഷേ സമാധാനപ്രദമായ സന്തോഷപ്രദമായ ഒരു ജീവിതം ഇല്ല. നിന്നോട് ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അതെ, ദൈവം നോക്കിക്കൊള്ളും. ആമേൻ. നീ വിളിച്ചു കൂട്ടിയ ആൾക്കാരല്ല, നിന്റെ ബുദ്ധിയല്ല, നിന്റെ അറിവല്ല, ദൈവം നോക്കിക്കൊള്ളും. നിന്റെ കുടുംബജീവിതം തകർന്നു പോകാതിരിക്കുവാൻ ദൈവം നോക്കിക്കൊള്ളും. അത് ചേർത്ത് വെച്ചത് ദൈവമാണ്. പ്രിയ മാതാവേ, പിതാവേ, നിന്റെ മകളുടെ ജീവിതം തകർന്നു പോകാതിരിക്കുവാൻ നീ നോക്കണ്ട, ദൈവം നോക്കിക്കൊള്ളും. നീ ദൈവത്തെങ്കിലേക്ക് നോക്ക്, ദൈവം നോക്കിക്കൊള്ളും. നിന്റെ തലമുറകളെ ദൈവം നോക്കിക്കൊള്ളും. സഹോദരി, നിന്റെ ഭർത്താവിനെ ദൈവം നോക്കിക്കൊള്ളും. സഹോദര, നിന്റെ ഭാര്യയെ ദൈവം നോക്കിക്കൊള്ളും. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ ദൈവം നോക്കിക്കൊള്ളും. അവരുടെ കുടുംബജീവിതം തകർന്നു പോകാതിരിക്കുവാൻ, അവൻ പിടിപ്പെട്ടു പോകാതിരിക്കുവാൻ, അവനായിരിക്കുന്ന സ്ഥാനത്ത് നശിച്ചു പോകാതിരിക്കുവാൻ അബ്രഹാമിന് ഉറപ്പുണ്ട്. ഈ ഇസഹാക്ക് നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടത്, ബലിയായി തീരാതിരിക്കുവാൻ വേണ്ടത്, ബലിയായി തീരാതിരിക്കുവാൻ വേണ്ടത് എൻ്റെ ദൈവം നോക്കിക്കൊള്ളും. നിന്റെ ഭർത്താവ് ബലിയായി തീരാതിരിക്കുവാൻ വേണ്ടത്, ആമേൻ, പലരുടെ കയ്യിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടത് ദൈവം നോക്കിക്കൊള്ളും. അവനെ ദൈവം നോക്കിക്കൊള്ളും. സ്തോത്രം. അവനെ ദൈവം നോക്കിക്കൊള്ളും. സഹോദരി, അവനെ ദൈവം നോക്കിക്കൊള്ളും. സഹോദര, അവളെ ദൈവം നോക്കിക്കൊള്ളും. നിങ്ങളുടെ മക്കളെ ദൈവം നോക്കിക്കൊള്ളും. അവർ ബലിയായി
ബലിയായി തീരുവാൻ, മീൻസ് അവർ നശിച്ചു പോകുവാൻ ബലി, വിലയേറിയ ഒന്ന് ചാരമായി മാറുന്നു, നശിച്ചു പോകുന്നു, ഭൂമിയിൽ ആർക്കും പ്രയോജനമില്ലാതെ നശിച്ചു പോകുന്നു. സ്തോത്രം. അവിധത്തിൽ ബലിയായി നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടത്, നിനക്കുള്ള നന്മകൾ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടത്, നിന്റെ അനുഗ്രഹങ്ങൾ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടത് ദൈവം കരുതിയിട്ടുണ്ട്, ദൈവം നോക്കിക്കൊള്ളും. ആമേൻ. നോക്കൂ, അബ്രഹാമും മകനായ ഇസഹാക്കും, അബ്രഹാം മകനെയും കൂട്ടി യാഗസ്ഥലത്തേക്ക് പോവുകയാണ്. യാഗം കഴിക്കുവാൻ വേണ്ട കാര്യങ്ങളുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, പക്ഷേ യാഗവസ്തുവില്ല. ആ മകനറിയാം, ഞാൻ യാഗമായി തീരുവാൻ പോകുന്നു. ആമേൻ. നിങ്ങൾക്കറിയാം, ചിലത് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ നശിക്കുവാൻ പോകുന്നു. ആമേൻ. സ്തോത്രം. എവിടെയെന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം കേൾക്കണമേ. ആ മകൻ ആ ചോദ്യം ചോദിക്കുവാൻ, എവിടെ എന്ന ചോദ്യം ചോദിക്കുവാനുള്ള കാരണം ആ മകനറിയാം. ആ മകനെപ്പോലെ നിങ്ങൾക്കും അറിയാം. സ്തോത്രം. നശിക്കുവാൻ പോകുന്നു, എല്ലാം നശിക്കുവാൻ പോകുന്നു. ഉണ്ടാക്കിയെടുത്ത പേര് നശിക്കുവാൻ പോകുന്നു, കുടുംബം നശിക്കുവാൻ പോകുന്നു, മക്കൾ നശിക്കുവാൻ പോകുന്നു, അവരുടെ ഭാവി നശിക്കുവാൻ പോകുന്നു, അവരുടെ നന്മകൾ നശിക്കുവാൻ പോകുന്നു. അയ്യോ, ഒന്നുമില്ലാത്തവരാ, ഒന്നിനും കൊള്ളാത്തവരായി, ഒന്നിനും കഴിയാത്തവനായി ഞാൻ മാറുവാൻ പോകുന്നു. ഞാൻ രോഗിയായി മരണത്തിന് കീഴ്പ്പെടുവാൻ പോകുന്നു. എൻ്റെ ശരീരം നശിക്കുവാൻ പോകുന്നു, എൻ്റെ അവയവങ്ങൾ നശിക്കുവാൻ പോകുന്നു. ആ മെഡിക്കൽ റിപ്പോർട്ട് നോക്കി ഡോക്ടർ പറഞ്ഞ ആ അവയവം ഇരിക്കുന്ന ഭാഗത്ത് കരം വെച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് നിന്നെ ഇപ്പോൾ സൗഖ്യമാക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ കർത്താവ് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. യേശുവിൻ സൗഖ്യം വ്യാപരിക്കുക. ആമേൻ. സ്തോത്രം. ചോദ്യമാണ്, എവിടെ? അവനറിയാം. സ്തോത്രം. എന്തോ ഒന്ന് സംഭവിക്കുവാൻ പോകുന്നു. അങ്ങനെ പേടിച്ചിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. എന്തോ സംഭവിക്കുവാൻ പോകുന്നു. വലിയൊരു ദുരന്തം, വലിയൊരു പ്രതിസന്ധി, വലിയൊരു എന്തോ സംഭവിക്കുവാൻ പോകുന്നു. അവൻ്റെ മനസ്സ് പറയുക. അതാ അവൻ ചോദിച്ചേ, എവിടെ? പലപ്പോഴും പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്ന പലരും ഹൃദയം തകർന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, എവിടെ, എങ്ങനെ? പ്രാർത്ഥിച്ച് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുക്കും. ഞാൻ പറയും, നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് പ്രവർത്തിക്കും. ചിലർ അത് കേട്ട ഉടനെ പോകും, മറ്റു ചിലർ കൂടെ നിൽക്കും, വാട്സപ്പിൽ മെസ്സേജ് അയക്കും, പ്രാർത്ഥിക്കും, ആവർത്തിച്ച് ചോദിക്കും, ദൈവദാസനെ എവിടെ? ദിവസമായി, തീയതിയായി, സ്കൂൾ തുറക്കുവാനുള്ള സമയമായി, അഡ്മിഷനുള്ള സമയമായി, സമയമായി, പക്ഷേ എവിടെ? അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞതുപോലെ നിങ്ങളോട് പറയുവാൻ സംശയമില്ല. അതെ, ദൈവം നോക്കിക്കൊള്ളും. കാരണം ഒരു കാര്യം അബ്രഹാമിന് ഉറപ്പുണ്ട്, അബ്രഹാമിനെ പോലെ ഞങ്ങൾക്കും. അബ്രഹാമിനുള്ള ഉറപ്പെന്താണ്? എൻ്റെ ദൈവം എനിക്ക് പുത്രോത്പാദന ശേഷി ഇല്ലാതായിട്ടും എൻ്റെ ഭാര്യ സാറായുടെ ഗർഭത്തിന് ഒരു ജീവനെ ഉരുവാക്കുവാൻ കഴിവില്ലാതായിട്ടും, മീൻസ് മരിച്ച ഞങ്ങളുടെ അവയവങ്ങളിൽ നിന്ന് ജീവനുള്ള പുതിയതൊന്നിനെ തന്നവനാണ് ഞങ്ങളുടെ ദൈവം. ആ ദൈവം നോക്കിക്കൊള്ളും. സ്തോത്രം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ആവർത്തിച്ച് സ്വയം ചോദിച്ചിട്ടുള്ളവരാണ്. നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് ചോദിക്കുവാൻ ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ ചോദ്യം കേൾക്കുവാൻ പോലും ആരുമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സ്വയമാ ചോദിച്ചു കൊണ്ടിരുന്നത്, എവിടെ, എങ്ങനെ, എവിടെ? അന്നൊക്കെ അബ്രഹാം ഇസഹാക്കിനെ പോലെ ദൈവത്തിൻ്റെ ശബ്ദം ആ ഭയപ്പാടിന് മധ്യത്തിൽ ഞങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. ദൈവം നോക്കിക്കൊള്ളും. സഹോദര, സഹോദരി, നീ ആത്മഹത്യ ചെയ്യേണ്ട.
നീ ആത്മഹത്യ ചെയ്ത് നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നോക്കിക്കൊള്ളും. നീ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടത് ദൈവം നോക്കിക്കൊള്ളും. ആമേൻ. നിൻ്റെ പേര് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടത് ദൈവം നോക്കിക്കൊള്ളും. ആമേൻ. അബ്രഹാം ആ ദൈവത്തെങ്കിലേക്ക് നോക്കി. ഇന്ന് ഈ സമയം എനിക്കൊപ്പമായിരിക്കുന്ന പ്രിയരെ, ആ ദൈവത്തെങ്കിലേക്ക് നോക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ചുറ്റുപാടുകളിലേക്കല്ല, ഒപ്പം കാണുന്ന മനുഷ്യരിലേക്കല്ല, അബ്രഹാം നോക്കിയ ദൈവത്തെങ്കിലേക്ക്, മരിച്ചതിനെ ജീവിപ്പിക്കുവാൻ കഴിവുള്ള ദൈവത്തെങ്കിലേക്ക്, സർവശക്തനായ ദൈവത്തെങ്കിലേക്ക്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവത്തെങ്കിലേക്ക് നോക്കുവാൻ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ തയ്യാറാണോ? വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഇത് വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ മനഃപ്പാടമാക്കിയൊരു വചനം മാത്രമല്ല, എൻ്റെ അനുഭവമാണ്. എപ്പോഴൊക്കെ എൻ്റെ കർത്താവിങ്കിലേക്ക് ഞാൻ നോക്കിയോ, അപ്പോഴൊക്കെയും ലജ്ജിച്ചു പോകാതെ തല നിവർത്തുവാൻ വേണ്ടത് എൻ്റെ ദൈവം എനിക്ക് തന്നു. അതുകൊണ്ടാണ് ഇന്നും ഉള്ളം നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ നിങ്ങൾക്കൊപ്പമായിരിക്കുന്നത്, നിങ്ങളോട് ആ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അമ്മേൻ. എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. കാരണം ഞാൻ ലോകത്തിലേക്ക് നോക്കിയപ്പോഴൊക്കെ, എൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് നോക്കിയപ്പോഴൊക്കെ, എനിക്കെല്ലാവരുമുണ്ട്, എല്ലാം ഉണ്ടെന്ന് ചിന്തിച്ച സമയത്ത് അവരിലേക്ക് നോക്കിയപ്പോഴൊക്കെ ഞാൻ അപമാനിക്കപ്പെട്ടത് ഞാൻ ഓർക്കുന്നു, ഞാൻ നിന്ദിക്കപ്പെട്ടത് ഞാൻ ഓർക്കുന്നു, ഞാൻ നീട്ടിയ കൈ പിൻവലിച്ചത് ഞാൻ ഓർക്കുന്നു, ഞാൻ തലകുനിച്ച് മടങ്ങിയത് ഞാൻ ഓർക്കുന്നു. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയ ആ നാൾ മുതൽ ഇന്ന് വരെ തലകുനിയുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. അതെ, അവങ്കിലേക്ക് നോക്ക്. ലജ്ജിച്ചു പോകുവാൻ ദൈവം നിന്നെ അനുവദിക്കത്തേ ഇല്ല. അബ്രഹാമിൻ്റെ കോൺഫിഡൻസിന് കാരണം എന്താണ്? ഞാൻ നോക്കി അയ്യോ അല്ല. അബ്രഹാമിൻ്റെ കോൺഫിഡൻസിന് കാരണം, അബ്രഹാം ദൈവത്തോട് കൂടെ നടന്നു. നോക്കൂ, 75-ാമത്തെ വയസ്സിൽ ഒരു വലിയ ആവശ്യത്തെ മുൻനിർത്തി അബ്രഹാം ദൈവത്തോട് കൂടെ നടക്കുവാൻ തുടങ്ങി. ദൈവം നോക്കിക്കൊള്ളുമെന്ന്, എന്തോ വലിയൊരു ദുരന്തം മുൻപിൽ സംഭവിക്കുവാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ചോദിച്ച തൻ്റെ പ്രിയ മകനോട് തെല്ലുപോലും സംശയമില്ലാതെ അബ്രഹാമിന് മറുപടി കൊടുക്കുവാൻ പ്രാപ്തി നൽകിയത് ഏകദേശം 117-ാമത്തെ വയസ്സിലായിരിക്കും. എത്ര വർഷം അബ്രഹാം ദൈവത്തിൻ്റെ പിന്നാലെ നടന്നു. വർഷം കഴിയും തോറും നിൻ്റെ വാക്കിന് ഉറപ്പും കൂടും. നീ നടക്കുന്നത് ദൈവത്തിൻ്റെ പിന്നാലെയാണെങ്കിൽ ഏത് ഭയപ്പെടുത്തുന്ന, ഏത് പേടിപ്പെടുത്തുന്ന സാഹചര്യത്തിലും എവിടെ എന്ന ചോദ്യത്തിന് നീ ഉത്തരം പറയും. ദൈവം നോക്കിക്കൊള്ളും. നീ സൗഖ്യമാക്കുവാൻ വേണ്ടത് ദൈവം നോക്കിക്കൊള്ളും. മകളുടെ വിവാഹത്തിന് വേണ്ടത് ദൈവം നോക്കിക്കൊള്ളും. മകൻ്റെ വിവാഹത്തിന് വേണ്ടത് ദൈവം നോക്കിക്കൊള്ളും. ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ വേണ്ടത് ദൈവം നോക്കിക്കൊള്ളും. കാരണം നീ ദൈവത്തിൻ്റെ പിന്നാലെ പലതും വിട്ട് ഇറങ്ങി തിരിച്ചവളാണ്. ഇല്ലേ? നിങ്ങൾ വിട്ടിട്ടില്ലേ? എങ്കിൽ ഇന്ന് തന്നെ വിടേണ്ടത് വിട്ട് എൻ്റെ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. അബ്രഹാം തൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും വിട്ട് ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ, ദൈവം ഇങ്ങനെ ക്രൂരനാണോ എല്ലാവരെയും വിട്ടിട്ട് വരുവാൻ? ദൈവം ക്രൂരനല്ല പ്രിയരെ, സ്വാർത്ഥനാണ്. ആമേൻ. ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ ഏറെ മറ്റെന്തിനേക്കാളും അധികം അവനെ സ്നേഹിക്കണമെന്നാണ്. ഭർത്താവായ സഹോദര, നീ നിൻ്റെ ഭാര്യയിൽ ആഗ്രഹിക്കുന്നത് പോലെ അതിൻ്റെ ആഗ്രഹം അവൾ മറ്റാരെയും സ്നേഹിക്കരുത്, എന്നെ മാത്രം സ്നേഹിക്കണം. സഹോദരി, നീ നിൻ്റെ ഭർത്താവിൽ ആഗ്രഹിക്കുന്നത് പോലെ അവൻ മറ്റാരെയും സ്നേഹിക്കരുത്. അവൻ ആരെയും സ്നേഹിക്കേണ്ട, എന്നെ മാത്രം സ്നേഹിക്കണം. എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. കൂടുതൽ നോക്കിക്കൊണ്ടിരുന്ന പ്രശ്നമാകട്ടോ. ഓക്കെ, ആമേൻ.
മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ കുഞ്ഞു മക്കളൊക്കെ അനിയൻ വരുമ്പോൾ ചേട്ടൻ കുഞ്ഞുവാവയായിരിക്കുമ്പോഴേ കുഞ്ഞുവാവ വരുമ്പോൾ ചേട്ടൻ കുഞ്ഞുവാവ സ്വഭാവം മാറും. ഞങ്ങളിവിടെ അനുഭവിക്കുന്നതാണ്. എപ്പോഴും നമ്മൾ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. സ്വാർത്ഥതയാണ്. നമുക്ക് ആ സ്വാർത്ഥതയുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിന് നമ്മുടെ കാര്യത്തിൽ സ്വാർത്ഥത ഒരുപാടുണ്ട്. ചിലത് വിടാൻ പറയുന്നത് നീ ദൈവത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൂടുതൽ കൊടുക്കുവാൻ വേണ്ടിയാണ്. നീ അവനോടൊപ്പം സഞ്ചരിക്കുവാൻ വേണ്ടിയാണ്. അവന് നിനക്കൊപ്പം സഞ്ചരിക്കുവാൻ വേണ്ടിയാണ്. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ അബ്രഹാമിൻ്റെ ചരിത്രം നിങ്ങൾ വായിച്ചു വരുമ്പോൾ അബ്രഹാം തളരുന്ന ഓരോ സമയങ്ങളിലും അബ്രഹാമിനെ ആശ്വസിപ്പിക്കുവാൻ കൽദയരുടെ പട്ടണമായ ഊരിലെ തൻ്റെ ബന്ധുമിത്രാദികളില്ല, തൻ്റെ ചാർച്ചക്കാരില്ല, തൻ്റെ ആരുമില്ല. ഇറങ്ങിയ സമയത്ത് ഒരുത്തൻ തൊത്തി കൂടെ കൂടി. 13-ാം അധ്യായമായപ്പോൾ അത് പോയി. 12-ൽ കൂടെ കൂടി 13-ൽ പോയി. അത് കഴിഞ്ഞ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ, ഭയപ്പാടുകൾ, ഇസഹാക്ക് പേടിച്ചതുപോലെ ഭയപ്പെട്ട അവസ്ഥകൾ, അവിടെ ഒക്കെ മനുഷ്യരല്ല അബ്രഹാമിനോട് സംസാരിച്ചു കൊണ്ടിരുന്നത്, ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. എന്തിനാ വിട്ടിട്ട് വരാൻ പറഞ്ഞേ? ദൈവത്തിന് സംസാരിക്കുവാൻ വേണ്ടിയാണ്. നീ തളരുമ്പോൾ നിന്നെ ശക്തീകരിക്കുവാൻ. ലോകം നിന്നെ മിസ്ലീഡ് ചെയ്യും, ലോകം നിന്നെ മിസ്ഗൈഡ് ചെയ്യും. ദൈവം നിന്നെ ശരിയായ വഴിയിൽ നടത്തും. മാതാവേ, പിതാവേ, ലോകം പറയുന്നത് കേൾക്കരുതേ. ദൈവത്തിൻ്റെ വാക്ക് കേൾക്ക്, ദൈവത്തിൻ്റെ വാക്ക് കേൾക്ക്, ദൈവത്തിൻ്റെ വാക്ക് കേൾക്ക്. ഉറച്ചു നിൽക്കാൻ പറ. നിൻ്റെ തലമുറയോട് അവിടെ ഉറച്ചു നിൽക്കാൻ പറ. സ്തോത്രം. അവർ പുറപ്പെടുവാൻ സമയമാകുമ്പോൾ, സ്തോത്രം, എങ്ങനെ അറിയാമെന്നു? ഒന്ന്, അവൻ വർദ്ധിച്ചിട്ടുണ്ടാകും, ഒപ്പം പീഡയും അധികമാകും. ഒന്ന്, അവൻ വർദ്ധിച്ചിട്ടുണ്ടാകും, ഒപ്പം പീഡയും അധികമാകും. ഓർത്തു വച്ചോ. ആമേൻ. ദൈവം പുറപ്പെടുവിക്കും. തക്ക സമയത്ത് ദൈവം ഗൈഡ് ചെയ്ത് നടത്തും. ദൈവം നിങ്ങളുടെ മേൽ ദൃഷ്ടി വച്ച് നിങ്ങളെ ഉപദേശിച്ച് ആലോചന പറഞ്ഞ് വഴി നടത്തും. എൻ്റെ ദൈവത്തിന് കഴിയും. തളർന്നു കിടക്കുക ഇല്ല, പ്രതീക്ഷയോടെ വന്നു, പക്ഷെ കിട്ടിയില്ല. ദൈവം തലമുറയെ തരാമെന്ന് പറഞ്ഞു, തന്നില്ല. കടപ്പുറത്ത് ഞാൻ ചിന്തിക്കുന്നു, ഇങ്ങനെ മണലിൽ ഇങ്ങനെ തകർന്നു കിടക്കുകയായിരിക്കും. ദൈവം വരിക, അബ്രഹാമേ, നീ ആകാശത്തിലേക്ക് നോക്ക്, നക്ഷത്രങ്ങളെ പോലെ. നീ ഇപ്പോൾ കാണുന്നില്ലേ? കണ്ണ് ചുമന്ന നക്ഷത്രങ്ങളെ പോലെ. നക്ഷത്രം റിയാലിറ്റി അല്ല നമ്മൾ കാണുന്നത്, അത് നിങ്ങൾക്കറിയാമല്ലോ. അത് കണ്ണിൻ്റെ ഒരു മായാജാലമാണ്. നക്ഷത്രങ്ങളെപ്പോലെ കാണുവാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ഭംഗിയൊന്നും ആസ്വദിക്കുവാൻ കഴിയത്തില്ല. അത് പ്രപഞ്ചവും നമ്മുടെ കണ്ണും ഒരുക്കുന്നൊരു മായാജാലമാണ്. ഒരു മായാജാലം, ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ലൈഫിൽ എൻ്റെ ദൈവം ഒരുക്കുവാൻ പോകുന്നു. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഈ പ്രപഞ്ചവും ദൈവവും എൻ്റെ കണ്ണിനൊരുക്കുന്നൊരു മാജിക്കൽ ഫീലിങ്സ്. സ്തോത്രം, യേശുവിൻ നാമത്തിൽ. ചിലർ ആ മാജിക് കാണുവാൻ പോകുക, നിങ്ങൾ ആ മാജിക് അനുഭവിക്കുവാൻ പോകുക. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. സ്തോത്രം. ദൈവവും ഈ പ്രപഞ്ചവും ചേർന്നൊരുക്കുന്ന ഒരു മാജിക് സഹോദര നിൻ്റെ ജീവിതത്തിൽ, മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ, മാതാപിതാക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ, ഈ പ്രപഞ്ചവും ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഈ പ്രപഞ്ചവും സൃഷ്ടാവായ ദൈവവും നിങ്ങളുടെ കണ്ണിന് മുൻപിൽ ഒരുക്കുന്ന ഒരു മാജിക് യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. അത്ഭുതം നിങ്ങൾ കാണുവാൻ പോകുക. ആമേൻ, സ്തോത്രം. അബ്രഹാമിനോട് ദൈവം പറയുക, നീ നോക്ക്, ഇതുപോലെ തലമുറകളെ നിനക്ക് ഞാൻ തരും. നിന്റെ കൈ നീ ഒന്ന് ഉയർത്തി നോക്കുക. അബ്രഹാം പെട്ടെന്ന് കൈ ഉയർത്തി, ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ കയ്യിൽ നിന്ന് ഇങ്ങനെ പൊടി, കടൽ തീരത്തെ മണലിൻ്റെ തരി താഴെ വീണു. അബ്രഹാം ഇങ്ങനെ കൈ തുടച്ച് കാണും. അപ്പോൾ ദൈവം പറഞ്ഞു, അബ്രഹാമേ, ആ മണലിൽ നിന്ന് ഒരുപിടി വാരി. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ബുദ്ധി കൊണ്ട്
ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ കേൾക്കരുത്. ബുദ്ധി കൊണ്ട് ഫോളോ ചെയ്യരുത്. ബുദ്ധി കൊണ്ട് വിശ്വസിക്കരുത്. ബുദ്ധി കൊണ്ട് വിശ്വസിച്ചാൽ അബ്രഹാം തിരിച്ചു ചോദിക്കും, ദൈവമേ, ഞാൻ നിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചത് എന്തിന്? നീ എന്നെ വിളിച്ചത് എന്തിന്? എന്നിട്ട് നീ ഇപ്പോൾ കേവലം ഒരു കുട്ടിയെപ്പോലെ എന്നെ വട്ട് കളിപ്പിക്കുകയാണോ? നക്ഷത്രത്തെ കാണിക്കുന്നു, മണൽ വാരാൻ പറയുന്നു, ഞാൻ എന്താ ഒരു കുട്ടിയാണോ? നീ ചോദിക്കുന്നുണ്ട്. സ്തോത്രം. നിനക്ക് ഇറിറ്റേറ്റ് ചെയ്യപ്പെടുക, നിനക്ക് ദേഷ്യം വരുന്നുണ്ട്. ആലോചന കേൾക്കുമ്പോൾ, ദൂത് കേൾക്കുമ്പോൾ നീ ഇറിറ്റേറ്റഡ് ആവുക. സ്തോത്രം. നിൻ്റെ ഇറിറ്റേറ്റഡ് ആകുന്ന അറിവിനെ മാറ്റിവെക്കുക, നിൻ്റെ എക്സ്പീരിയൻസിനെ മാറ്റിവെക്കുക. കുട്ടിയെപ്പോലെ സ്തോത്രം നിന്നെ ദൈവം ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഒരു കുട്ടിയാകുക. മണ്ണ് വാരാൻ പറഞ്ഞാൽ മണ്ണ് വാര്. സ്തോത്രം. ദൈവം പറയും, അബ്രഹാമേ, ഇതുപോലെ എണ്ണത്തിൽ പെരുപ്പമുള്ള ഒരു കൈക്കും ഒതുങ്ങാത്ത തലമുറയെ ഞാൻ നിനക്ക് തരും. സ്തോത്രം. അബ്രഹാമിനറിയാം, ഇത് പറയുവാൻ എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന ദൈവം അവൻ നോക്കിക്കൊള്ളും. സ്തോത്രം. നിന്നെ ഒറ്റയ്ക്കാക്കിയത് ഈ ശബ്ദം നീ കേട്ട് വിശ്വസിക്കുവാൻ വേണ്ടിയാ. ഈ വാക്കുകൾക്ക് പിന്നാലെ നീ സഞ്ചരിക്കുവാൻ വേണ്ടിയാ. നിൻ്റെ നിർജീവതയെ ദൈവം മാറ്റും. നിൻ്റെ ഇല്ലായ്മയുടെ അവസ്ഥയെ ദൈവം മാറ്റും. നിൻ്റെ ജീവിതം എവിടെ ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവസാനിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. അബ്രഹാമിന് വേണ്ടി ഇസഹാക്ക് കണ്ട ഭയപ്പാടിൽ, തിരിച്ചറിഞ്ഞ ഭയപ്പാടിൽ അവൻ നഷ്ടപ്പെട്ട് അബ്രഹാം താൻ പിന്നെയും ഒരു മകനില്ലാത്ത പിതാവായി തീരാതിരിക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ടത് നോക്കിക്കൊണ്ട ദൈവം. നോക്കൂ, വചനം പറയുന്നു 12-ാം അധ്യായത്തിൽ, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അബ്രഹാം തുടർന്ന് 13-ാമത്തെ വാക്യത്തിലേക്ക് തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപ്പെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്നു ആട്ടുകൊറ്റനെ പിടിച്ചു, തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. എവിടെ എന്ന് ചോദിച്ച മകൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടത് നോക്കി വച്ചിരുന്ന ദൈവം. അതെ, നിനക്ക് വേണ്ടത്, നിൻ്റെ ജീവിതം മുൻപോട്ട് പോകുവാൻ വേണ്ടത് ദൈവം നോക്കി വച്ചിട്ടുണ്ട്. ഭയപ്പെടേണ്ടത് ലോണിനെയല്ല, ഭയപ്പെടേണ്ടത് ഭാവിയല്ല, ഭയപ്പെടേണ്ടത് നാളെയല്ല, ഭയപ്പെടേണ്ടത് സാഹചര്യങ്ങളെയല്ല, ഭയപ്പെടേണ്ടത് അവസ്ഥകളെയല്ല, ഭയപ്പെടേണ്ടതിൻ്റെ രോഗത്തെയല്ല, ഭയപ്പെടേണ്ടത് ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുവാൻ തയ്യാറാണ്. മിസ്ലീഡ് ചെയ്യുന്നവർ ഉണ്ട്. അതെ, നിങ്ങളുടെ സംശയം എനിക്കറിയാം. ഒത്തിരി പേരുണ്ട് നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നവർ, മിസ്ഗൈഡ് ചെയ്യുന്നവർ. അതെ, നിങ്ങൾ ആ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുന്ന, ശരിയായ വഴിയിലേക്ക് നടത്തുന്ന, ദൈവത്തെങ്കിലേക്ക് നോക്കുമാറാക്കുന്ന പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങളായിരിക്കുന്നു. ഒപ്പം നടന്നോ, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾ ഭയപ്പെടുന്ന ആ ദുരന്തം ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നോക്കിക്കൊള്ളും. പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ നമുക്ക് മുന്നേറാം. പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ, നിങ്ങളെ പ്രാപ്തരാക്കുവാൻ പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട്. ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളെവിടെ, ഏത് സാഹചര്യത്തിൽ, ഏത് അനുഭവത്തിലായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്ക് ചേർന്ന് ഉപവസിക്കുവാനും പ്രാപിച്ച ഒത്തിരി പേരെ പോലെ പ്രാപിച്ച കർത്താവിൻ്റെ നാമം ഞങ്ങൾക്കൊപ്പം നിന്ന് ഉയർത്തുവാനും അവസരമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും എത്തിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. എല്ലാ വെള്ളിയാഴ്ചകളും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ലൈവായി നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി നോക്കി വച്ചിരിക്കുന്നത് നിങ്ങൾ
അതെ, നിങ്ങൾ പ്രാപിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീമുണ്ട്. ജോയിൻ ചെയ്യുക. ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഇനി കടന്നു വരുവാൻ കഴിയുന്ന ദൂരത്തിലുള്ളവർ, നിങ്ങൾ മറ്റൊരാലയത്തിൽ കടന്നു പോകുന്നില്ല എങ്കിൽ കടന്നു വരിക. എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം 3 മണി മുതൽ നെയ്യാറ്റുകരയിൽ അമരവിള താന്നി മൂടുന്ന സ്ഥലത്ത് MS പ്ലാസയുടെ താഴെ പഴയ ഒരു വെയിറ്റിംഗ് ഷെഡ് അവിടെ ഇരിപ്പുണ്ട്, ഒരു പുരാവസ്തു പോലെ. അതിൻ്റെ തൊട്ടുപുറകിൽ നിങ്ങൾ അറിയും, അന്വേഷിച്ചാൽ വേഗത്തിൽ കണ്ടെത്തുവാൻ കഴിയും, സുമംഗലി ഓഡിറ്റോറിയം. അതിനു മുൻപിൽ മീറ്റിംഗ് ഉണ്ട്. കടന്നു വരിക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തുക. അത്ഭുതം കാണാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയവ, അതെ, ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയതൊന്ന് പ്രവർത്തിക്കും. എന്നാ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ച ഈ സമയം ഞങ്ങൾക്കൊരുക്കി തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, അങ്ങ് കണ്ടവരും അങ്ങേ കണ്ടവരും കർത്താവേ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്നവരായി, അനുഭവങ്ങളെയും എക്സ്പീരിയൻസുകളെയും മാറിയ ജീവിതമുള്ളവരായി മാറിയത് ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ജനത്തിന് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവരുടെ എക്സ്പീരിയൻസ് മാറട്ടെ. ഇവർ കാണുന്ന ആ ഭയപ്പാടിൻ്റെ അനുഭവം ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറുവാൻ തക്കവണ്ണം അങ്ങയുടെ കരുതൽ ഇവർ അനുഭവിക്കട്ടെ. ഇവർക്ക് വേണ്ടത് നോക്കിയിരിക്കുന്ന കൃപയ്ക്കായി അടിയൻ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, നല്ല ജോലികൾ നൽകി ജോലിയില്ലാത്തവരെ അനുഗ്രഹിച്ചാട്ടെ. യേശുവപ്പ, പ്രൈസർ ഫാമിലിക്കൊപ്പം ഇപ്പോൾ കേട്ട് പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കുന്ന എല്ലാവർക്കും നല്ല ജോലികളെ നൽകണമേ കർത്താവ്. ഇവർ ജോലിക്കാരായി മാറട്ടെ, വരുമാനമുള്ളവരായി മാറട്ടെ. ഇവരുടെ കരങ്ങളിലെ ശൂന്യത, പോക്കറ്റിലെ ഖനക്കുറവും പേഴ്സിലെ ഇല്ലായ്മയും മാറിപ്പോകട്ടെ. അക്കൗണ്ടുകളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. എല്ലാ ശൂന്യതകളും മാറട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. ഇല്ലായ്മ മുഖാന്തരം കരഞ്ഞ് തളർന്നായിരിക്കുന്നവർ അവസ്ഥകൾ മാറട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവേ, ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. അങ്ങാൽ ഇന്നിവർ അത്ഭുതം കാണട്ടെ. ഒത്തിരി നാളുകളുടെ കാത്തിരിപ്പിന് ഇന്നൊരു അറുതി ഉണ്ടാകട്ടെ. നല്ല ജോലികൾ, ധാരാളം സമ്പാദിക്കുവാൻ കഴിയുന്ന ജോലികൾ ലഭിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതെന്ന് ഇവർ കരുതുന്ന രാജ്യങ്ങളിലേക്ക് ഇവർ എത്തപ്പെടട്ടെ. യൂറോപ്യൻ രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. വിസകൾ വരട്ടെ, സ്റ്റാമ്പ് ചെയ്ത് വരട്ടെ, ഇക്കാമകൾ അടിച്ചു കിട്ടട്ടെ. OET, IELTS, പ്രോമെട്രിക് എക്സാമുകൾ എഴുതി റിസൾട്ടുകൾ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ സ്വർഗം ഇവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചാട്ടെ. ഇവരത് പ്രാപിക്കട്ടെ. ഇവർ നല്ലത് നന്മയായി പ്രാപിക്കട്ടെ. ഇവരുടെ കുടുംബജീവിതങ്ങൾ പണിയപ്പെട്ട ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. കലഹങ്ങളും കലക്കങ്ങളും മാറിപ്പോകട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. സ്തോത്രം. കുടുംബജീവിതങ്ങളെ തകർക്കുന്ന ചില സ്വാധീനങ്ങൾ, മാനുഷികമായ പൈശാചികമായ സ്വാധീനങ്ങൾ തകർന്നു മാറട്ടെ. താങ്ക് യു. മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകൾ മാറിപ്പോകട്ടെ. തലമുറകൾ അവരുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ. മക്കളെ പഠിപ്പിക്കുവാനുള്ള നന്മകളെ ഇവരുടെ കരങ്ങളിൽ നൽകിയാട്ടെ. യേശുവേ, ഇവർക്ക് വേണ്ടത് ഇവർ ആഗ്രഹിക്കുന്നതിനപ്പുറമായി ഇവർക്കങ്ങ് നൽകി മാനിച്ചാട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, ഭവനങ്ങൾ പണിയട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി ഇവർ മാറട്ടെ. ശുശ്രൂഷാ ജീവിതമുള്ളവരായി ഇവർ മാറട്ടെ. ഇവരുടെ ആത്മീയ ജീവിതം ഏറ്റവും ശ്രേഷ്ഠകരമായി, ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ, കച്ചവടങ്ങൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ മാനിക്കപ്പെടട്ടെ. വേണ്ടത് ലജ്ജയായി തിരിക്കുവാൻ വേണ്ടത് അങ്ങ് നൽകിയാട്ടെ. ഇവരിലൂടെ ഇവരുടെ കുടുംബാംഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കേസുകളിൽ പെട്ടായിരിക്കുന്നവർ സിവിൽ ക്രിമിനൽ കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവനുവച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ
നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.